ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം. നമ്മളിന്ന് ജ്യൂസ് തയ്യാറാക്കുന്നതിന് മുന്നേ ഷൈന കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നുങ്ക് കൊണ്ടാണ്. ഇതെന്താണെന്നുള്ളത് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. പനയുടെ കായാണിത്. ഇത് വെച്ചിട്ടുള്ള ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ജ്യൂസ് തയ്യാറാക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇളയ നുങ്കാണ്, അതുകൊണ്ട് തൊലി മാറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇളയ നുങ്ക് വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. നിങ്ങളെടുക്കുന്ന സമയത്ത് ഇളയ നുങ്ക് തന്നെ എടുക്കുക. എൻ്റെ പുതുപുത്തൻ റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ ഫുള്ളായിട്ടൊന്ന് മാറ്റിയിട്ടാണ്ട് എടുക്കുക. ബാക്കിയുള്ളതിൻ്റെ തൊലി കൂടി നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ തൊലിയൊക്കെ ഫുള്ള് കളഞ്ഞിട്ട് അതൊന്ന് കൈ വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് പാല്, ആവശ്യത്തിന് പഞ്ചസാര. ഇനി അടുത്തായിട്ട് ഞാൻ ഒരു അട്രാക്ഷന് വേണ്ടി മാത്രം ഒരു 2 തുള്ളി റോസ് കളർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. അരിക്കൊന്നും വേണ്ട, നേരെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കാരണം ഇതിൽ നുങ്കിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിക്കാതെ തന്നെ അത് സെർവ് ചെയ്തെടുക്കുക. അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ചൂടുകാലത്തൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നുങ്ക്. അപ്പോൾ ഇത് വെച്ച് എല്ലാവരും ഒന്ന് ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you.